ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾ. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. ഇതിനകത്ത് നമ്മൾ അരിയോ ഉഴുന്നോ ഒന്നും വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ചൂടോടെ തന്നെ ഇഡ്ഡലി പാത്രത്തിന് ഇഡ്ഡലി അടർത്തിയെടുക്കാനുള്ള ഒരു ടിപ്പും കൂടെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ അരി അരച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലിയേക്കാളും കൂടുതൽ സോഫ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇഡ്ഡലി. അപ്പം സമയമില്ലാത്തവർക്കും അരി വെള്ളത്തിലിടാൻ മറന്നുപോയവർക്കും എല്ലാവർക്കും ഈ മെത്തേഡ് യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. നമ്മളിതിനകത്ത് അരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന വറുത്ത അരിപ്പൊടിയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അതേസമയം ഇതിനകത്ത് ബേക്കിംഗ് സോഡ, ഈസ്റ്റ്, ഈനോ, സോൾട്ട് ഇതൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഉണ്ടാക്കാൻ പറ്റും. അരി വെള്ളത്തിലിടാൻ മറന്നുപോയൊരു ദിവസം പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആയിരുന്നു. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഈസി ആയിട്ടുള്ള ഈ റെസിപ്പിക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ്. അതിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറുത്ത അരിപ്പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന തരിയില്ലാത്ത വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതേ കപ്പ് കൊണ്ട് തന്നെ ബാക്കിയുള്ള ചേരുവകളും കൂടെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് പകരം ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസ് കൊണ്ട് തന്നെ മറ്റുള്ള ചേരുവകൾ എടുത്താലും മതി. ഇനി ഇട്ട് കൊടുക്കുന്നത് 1 കപ്പ് ഉഴുന്നിൻ്റെ പൊടിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉഴുന്നിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് വറുത്ത ഉഴുന്നൊന്നുമല്ല, ഉഴുന്ന് നേരെ പൊടിച്ചിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 2 കപ്പ് അവിലാണ്. തിന്നായിട്ടുള്ള അവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെള്ളത്തിൽ കുതിർക്കേണ്ട ആവശ്യമില്ല. ഇതിന് പകരം ചോറുണ്ടെങ്കിൽ ചോറായാലും ഇട്ട് കൊടുക്കാം. പശ കൂടുതലുള്ള ചോറാണെങ്കിൽ 1 കപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിവിടെ അവിലായതുകൊണ്ടാണ് 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. നമ്മുടെ ഇഡ്ഡലിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് വെള്ളമാണ്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഏത് കപ്പിലാണോ അരിപ്പൊടിയും ഉഴുന്നുപൊടിയും എടുത്തത് അതേ കപ്പിൽ തന്നെ 3 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പും കൂടെ വെള്ളം വേണ്ടി വരും. ചില അരിപ്പൊടിക്ക് കുറച്ച് കുറവ് വെള്ളമേ വേണ്ടി വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 3 കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ആവശ്യമാണെങ്കിൽ 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇളക്കി കൊടുത്തപ്പം ഈ അരിപ്പൊടി കുറച്ച് കട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് 1 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കിട്ടണം. ഇനി നമുക്കിത് മിക്സിക്കകത്തോട്ടിട്ട് അരച്ചെടുക്കും കൂടെ വേണം. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിക്കകത്ത് ഇട്ടാൽ മതി. അല്ലെങ്കിൽ മിക്സിയുടെ അടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി കഴിഞ്ഞു. ഇനി ഞാനിത് മിക്സിയുടെ വലിയ ജാർ എടുത്ത് അതിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എല്ലാം കൂടെ നമ്മൾക്ക് ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റും. ഇനി വലിയ ജാർ അല്ല എങ്കിൽ 2 പ്രാവശ്യം അരച്ചെടുത്താലും മതി. ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഞാനിവിടെ ഇപ്പം എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത പാത്രത്തിനകത്ത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് നേരം ഒന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനകത്തെല്ലാം നമ്മൾ പൊടികളാണ് ചേർത്തിട്ടുള്ളത്. പിന്നെയുള്ളത് അവിലാണ്. അതും പെട്ടെന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം മാത്രം അരച്ചാൽ മതി. ഇപ്പം ഞാനിവിടെ എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വെച്ച് നമ്മൾക്കിത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഇപ്പം രാത്രിയാണ് ഇത് അരച്ച് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ടായിരിക്കും. ഏകദേശം 8 മണിക്കൂറെങ്കിലും ഇത് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ ഇതിനകത്ത് ഈനോ, സോൾട്ടോ, ബേക്കിംഗ് സോഡയോ ഇതൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കുന്നത്. ഇപ്പം ഇവിടെ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പോലെ ബബിൾസ് എല്ലാം ഉള്ളിൽ വന്നിട്ടുണ്ട്. ഇഡ്ഡലി മാവിൻ്റെ കറക്റ്റ് പാകത്തിനാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലത്തെ മാവ് വെച്ച് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യമേ തന്നെ ഇഡ്ഡലി പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് പറയുന്നത്. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളുടെ ഇഡ്ഡലി തട്ട് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഈ തട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിനകത്ത് വെണ്ണയാണ് തേച്ച് കൊടുക്കുന്നത്. വെണ്ണ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇഡ്ഡലി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ചൂടോടെ തന്നെ നമ്മൾക്ക് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റും. ഇപ്പം വെണ്ണയെല്ലാം തേച്ച് കൊടുത്തു കഴിഞ്ഞു. ഇഡ്ഡലി തട്ട് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾക്ക് സാധാരണ ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഒഴിച്ചു കൊടുക്കാം. 2-3 തട്ട് ഒരുമിച്ച് വെക്കുന്നവരാണെങ്കിലും ഇതേപോലെ തന്നെ എല്ലാ തട്ടിലും വെണ്ണ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനിയെല്ലാം നമ്മൾ സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്. എല്ലാത്തിലും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിനി ഇത് 10 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കണം. നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തത് നല്ലപോലെ ഇപ്പം തിളയ്ക്കുന്നുണ്ട്. ഇപ്പം എല്ലാത്തിലും ഇഡ്ഡലി മാവ് ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾക്കിത് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത ഇഡ്ഡലി കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ചൂടാറേണ്ട ആവശ്യമില്ല. ചൂടോടെ തന്നെ ഇത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് അടർത്തിയെടുക്കാം.
ഇതിപ്പം ഞാനിവിടെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട് ഇത്. എന്നാൽ പോലും ഇത് ഈസി ആയിട്ട് നമ്മൾക്ക് അടർത്തിയെടുക്കാൻ പറ്റും. സ്പൂണില്ലാതെ തന്നെ നമ്മൾക്ക് അടർത്തിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കാണിക്കുന്നത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിനകത്ത് നിന്ന് നേരിട്ട് എടുക്കുന്നതാണ്. അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലാണ് ഇപ്പം ഇഡ്ഡലി ഇരിക്കുന്നത്. അത് നമ്മൾക്കൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഇഡ്ഡലി നമ്മൾക്ക് അടർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ ബട്ടർ തേച്ചത് കൊണ്ടാണ് ഇത്രയും ഈസി ആയിട്ട് നമ്മൾക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്നത്. ചൂടായതുകൊണ്ട് നമ്മൾക്കിത് കൈവച്ച് പിടിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഒരു സ്പൂൺ വെച്ച് എടുക്കുന്നത്. അടിയിലൊന്നും തീരെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാ ഇഡ്ഡലിയും പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാം. ഒരു ഇഡ്ഡലിയുടെ ബാക്ക് സൈഡ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇതെവിടെയും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല ഈസി ആയിട്ട് നമ്മൾക്ക് അടർത്തിയെടുക്കാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. ഇതേപോലെ തന്നെ എല്ലാ ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കുക. നമ്മൾക്ക് ഇത്രയും മാവ് വെച്ചിട്ട് ഏകദേശം 18 ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും. കുറച്ചും കൂടെ ചെറിയ ഇഡ്ഡലി ആണെങ്കിൽ 20 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ഡലിയിൽ നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം ഉള്ളിലൊക്കെ നല്ലപോലെ ബബിൾസ് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും ഒരു പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇനി ഇതേ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാനും പറ്റും. അതിനായിട്ട് ഞാനിവിടെ ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോസിലൊക്കെ 1/4 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉള്ളി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ദോശ തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾ ഇഡ്ഡലി ഒട്ടിപ്പിടിക്കാതെ കിട്ടുന്നൊരു മെത്തേഡ് കണ്ടു. അതേപോലെ തന്നെ നല്ലൊരു ടിപ്പാണിതും. ദോശയും തീരെ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശമാവ് ഒഴിച്ചു കൊടുത്ത് പരത്തി കൊടുക്കുക. നല്ല പോലെ ബബിൾസ് എല്ലാം വരും. പരത്തി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയായിരിക്കും നമ്മൾക്ക് കിട്ടുക എന്നുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ദോശ നല്ലപോലെ ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും നല്ലപോലെ ക്രിസ്പിയായിട്ട് കിട്ടും. ഇത് നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മറച്ചിട്ട് കൊടുക്കുമ്പോഴാണ് ദോശ ഒന്നും കൂടി ഒന്ന് ക്രിസ്പിയായിട്ട് കിട്ടുന്നത്. ഇപ്പം നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ മാവ് വെച്ചിട്ട് ദോശ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ ഏകദേശം 15 ദോശയാണ് ഉണ്ടാക്കാൻ പറ്റുക. ഓരോ പ്രാവശ്യവും നമ്മൾ ദോശ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഉള്ളി വെച്ചിട്ട് തേച്ച് കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് ദോശ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നത്. ഇതേപോലെ തന്നെ എല്ലാ ദോശയും ഉണ്ടാക്കിയെടുക്കുക. അപ്പം നമ്മളുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ക്രിസ്പി ആയിട്ടുള്ള ദോശയും അരിയും ഉഴുന്നും വെള്ളത്തിലിടാതെ തന്നെ റെഡിയായി കഴിഞ്ഞു. നമ്മളിപ്പം ഉണ്ടാക്കിയ ദോശ ഒരെണ്ണം ഞാനെടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കുന്നത് കാണുമ്പോൾ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്